നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. KSRTCയിലാട്ടോ പോകുന്നത്. അപ്പം നമ്മളവിടെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മണിക്കാണ് നമുക്ക് അവിടെ ടൈം കിട്ടിയത്. അപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവർ വരുന്നതാണ് കേട്ടോ പറഞ്ഞത്. അമ്പലവയലാണ് അവർ ലൊക്കേഷൻ പറഞ്ഞത്. നമ്മൾ സുൽത്താൻ ബത്തേരി ബസ്സാണ് കേട്ടോ കയറിയത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴേ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ബസ് എടുത്തു കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഏകദേശം ചുരമൊക്കെ കയറി തുടങ്ങിയപ്പോഴും ചെറുതായിട്ട് മഴ പൊടിയാൻ തുടങ്ങി കേട്ടോ. നാട്ടിലാണെങ്കിൽ 2 ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. അപ്പോൾ വയനാട്ടിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മഴ ഇല്ല എന്നാണ് പറഞ്ഞത്. റിസോർട്ടിലേക്ക് വിളിച്ചപ്പോഴും ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്, നിങ്ങൾ പോന്നോളൂ എന്നാണ് കേട്ടോ അവരും പറഞ്ഞത്. നമുക്കാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ അവർ ഗൂഗിൾ മാപ്പിൽ ഇട്ട് തന്നതാണ്. അവിടുന്ന് പിന്നെ പിക്ക് ചെയ്യാൻ വരും. നമ്മളിതിന് മുമ്പ് പോയിട്ടില്ല, അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ ഫോണിൽ കണ്ട ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അതുമല്ല നമ്മളാരും തന്നെ KSRTCയിൽ മുമ്പ് ട്രിപ്പ് പോയിട്ടില്ല. അതുകൊണ്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് KSRTC എടുത്തത് കേട്ടോ. നമ്മൾ 2 വീലറിലാണ് പോകാമെന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ പെട്ടെന്ന് മഴ കാരണം മാറ്റിയായിരുന്നു കേട്ടോ. നല്ല കോടമഞ്ഞ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അങ്ങ് എത്തിയപ്പോഴും. സാധാരണ ഈവനിങ്ങിലാണ് ഞാൻ മുമ്പൊക്കെ ഇത് കണ്ടിട്ടുള്ളത്. പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ കൂടെ മഴ കുറഞ്ഞു വന്നു. അതൊരു പോസിറ്റീവായി തോന്നി. നമ്മൾ പ്ലാൻ കൊളാവുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മഴ കുറഞ്ഞു, മഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചുരം ഇറങ്ങിയപ്പോൾ ആകെ ക്ലൈമറ്റ് മാറി കേട്ടോ. വയനാട്ടിൽ അവർ പറഞ്ഞ പോലെ മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളെ ലൊക്കേഷൻ ഏകദേശം എത്തി. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ജൂബിലിയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവിടെ കയറിയതാണ് റെസ്റ്റോറൻറ്റിൽ. നമ്മൾ പിന്നെ എവിടെ പോയാലും നമ്മൾ ദേശീയ ഭക്ഷണം വിട്ടിട്ട് കളിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി ആണെങ്കിലും നമ്മളെ നാട്ടിലെ ബിരിയാണി വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ ബിരിയാണി പ്രതീക്ഷിച്ച് ആരും അവിടേക്ക് പോകരുതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് പിന്നെ ഈ ബിരിയാണി അല്ല വേറെ ഫുഡൊക്കെ കേട്ടോ ട്രൈ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ മീനിൻ്റെ നാട്ടിൽ നിന്ന് കടലില്ലാത്ത വയനാട്ടിൽ വന്നിട്ട് ഞാൻ അന്ന് കൊഞ്ച് ട്രൈ ചെയ്തപ്പം ശരിക്കും എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡും കഴിച്ച് അവിടെ നിന്ന് കഴിക്കാനുള്ള സ്നാക്സും വാങ്ങിയപ്പോഴേക്കും നമ്മുടെ വണ്ടി വന്നിട്ടോ. അപ്പോൾ അവരൊരു ടവേരാണ് അയച്ചത്. അപ്പോൾ നമ്മൾ അതിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത് ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾ കോഴിക്കോട് നിന്ന് മഴയായിട്ടാണോ വന്നത്. അപ്പോൾ ഏട്ടോ ഞാൻ ഗ്ലാസ്സിലൂടെ നോക്കുന്നത് നല്ല മഴക്കാറുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് മഴ പൊടിയുകയും ചെയ്തു. പക്ഷേ പിന്നെ അതങ്ങ് പോയിട്ടോ. നമ്മളങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്കാണ് റിസോർട്ടിൽ നിന്ന് അവർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര ഉള്ളിലേക്കാണെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് അയാൾ പറഞ്ഞത് കേട്ടോ. പോയി കഴിഞ്ഞപ്പോഴോ ആകെ ഒരു പേടിയാവുന്നൊരു ഭയപ്പെടുത്തുന്നൊരു സ്ഥലം പോലെ തോന്നി കേട്ടോ. ജനവാസ മേഖല ഒന്നും അല്ലായിരുന്നു. 1-2 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉള്ളിലേക്ക് പോകുന്തോറും വീടുകളുടെ എണ്ണം കുറഞ്ഞു വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ടൗണിൽ നിന്ന് അവിടെ എത്തിയപ്പോൾ ശരിക്കും പേടിച്ചിട്ടുണ്ട് കേട്ടോ. അയാളാണെങ്കിൽ ആ പാറ കാണിച്ചിട്ട് അവിടേക്കാണ് നിങ്ങളുടെ റിസോർട്ടൊന്നും, അതുമാത്രമല്ല ഞങ്ങൾ കുറച്ച് മുന്നേ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും അതിനെ പിടിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല, അത് മലയിലേക്ക് തന്നെ ഓടിപ്പോയി എന്നും ആൾ പറഞ്ഞത്. സ്ഥിരമായിട്ട് നിങ്ങൾ റിസോർട്ടിലെ ഡ്രൈവറാണോ ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ, 1-2 തവണ മാത്രമേ വന്നിട്ടുള്ളൂ എന്നിട്ട് ആൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ റൂട്ടൊക്കെ കണ്ടപ്പോൾ ശരിക്കും പേടിയായിട്ടോ. പിന്നെ ഉള്ളിലേക്ക് പോകുന്തോറും ആദിവാസി കോളനികളായിരുന്നു റോഡിൻ്റെ 2 സൈഡിലും. അവർ നമ്മൾ അത്ഭുതത്തോടെ നോക്കാൻ കാരണം ആ വഴികളിൽ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും. അതുമാത്രമല്ല അവരെ വീടുകളൊക്കെ നല്ല ചെറിയ വീടുകളായിരുന്നു. ഷീറ്റിട്ടതും ഓടുമേഞ്ഞതുമായ വീടുകൾ മാത്രമേ അവിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ. അവർക്കൊന്നും സ്വന്തമായിട്ട് വണ്ടികളില്ല. അപ്പോൾ പിന്നെ ഈ വരുന്ന ഗസ്റ്റുകൾ മാത്രമായിരിക്കും കേട്ടോ അവർ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാടൊന്നും വീടുകളില്ല, കോളനി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ ലൊക്കേഷനാട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടേക്ക് എത്തിയിട്ടോ റിസോർട്ടിലൊക്കെ. നമ്മൾ റിസോർട്ട് വരുന്നത് ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സമയം 2 മണി ആവാനായിട്ടുണ്ട്. എങ്കിലും ഇവിടെ നോക്കുമ്പോൾ ഒരു 8 മണീൻ്റെ ഒക്കെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ കാണുന്നത്. ഫുള്ള് മരങ്ങളായിരുന്നു. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സമയം 2 മണി ആയിട്ടില്ല. ഇപ്പോൾ 2 മണീൻ്റെ മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കാണ് നമ്മൾ ടൈം തന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ കീയൊക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. 2 റൂമായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 1-ൽ 2 എണ്ണം, ഒരെണ്ണത്തിൽ 1. അങ്ങനെ ഞങ്ങൾ 3 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വന്നു. അവർ ഞങ്ങൾക്ക് ലൈം ജ്യൂസൊക്കെ തന്നു. അങ്ങനെ കീ വാങ്ങിയിട്ട് ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾക്ക് അവരയച്ചു തന്ന അതേ സെയിം റൂം തന്നെയാണ് കേട്ടോ തന്നത്. ഞങ്ങൾ എല്ലാം ഹാപ്പി ആയിരുന്നു. പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പോയ ടൈമിന് അവിടെ വേറെ ഗസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു പ്രൈവസിയാണ്. പക്ഷേ നമ്മൾ കുറേ ഉള്ളോട്ടായ കാരണം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതാണ്. ഇനി എമർജൻസി എന്നൊക്കെയാണെങ്കിൽ പോകൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ടൗണിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. എങ്കിലും ഫസ്റ്റ് വന്നതുകൊണ്ടായിരിക്കും എന്ന് തോന്നി. ഇതാണ് നമ്മൾ റൂം ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മൾ റൂം വരുന്നത്. ഓരോ റൂമുകളും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ കേട്ടോ. അതാ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഫോട്ടോസിനും വീഡിയോസിനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ.
അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുഴുവനായിട്ട് കാണാനുള്ളൊരു ടൈം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഇതാണ് നമ്മളുടെ അടുത്ത വില്ല. ഈ വില്ലയിൽ 2 ബെഡ്റൂമായിട്ട് വരുന്നത്, രണ്ടും ഒരേപോലത്തെ റൂമാണ്, സെയിം തന്നെയാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത ക്യാഷിന് വെർത്തായിട്ട് തോന്നിയിട്ടോ. ബെഡ്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാത്റൂം അറ്റാച്ച്ഡ് ആയ റൂമാണ്. അല്ലെങ്കിൽ ബാത്റൂമൊക്കെ നല്ല നീറ്റായിരുന്നു, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളെടുത്ത ക്യാഷിന് നല്ല വെർത്തായിട്ട് തന്നെ തോന്നിയിട്ടോ. ഹീറ്റർ സൗകര്യമുള്ള ബാത്റൂമാണ്. അപ്പോൾ നമുക്ക് സദാ സമയത്തും ചൂടുവെള്ളം കിട്ടും കേട്ടോ. അതേപോലെ ചെറിയൊരു സോപ്പും ബ്രഷൊക്കെ അവർ നമ്മളെ ബെഡിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൗകര്യങ്ങളുള്ള റൂം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി കാണാം. നമ്മൾ 2 വില്ല എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വില്ലയിൽ പോയി നോക്കാം. ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇനി ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ, ബെഡ്റൂമൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന്. ഇവിടെ ഫ്രണ്ടിലൊക്കെ കുറച്ച് ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്. സിറ്റ് ഔട്ടിലും ഉള്ളിലെ ഡൈനിങ് ഏരിയ ഒക്കെ നല്ല വ്യത്യാസത്തിലാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഹൈറ്റുള്ളതായിരുന്നു, ഇത് കുറച്ച് താഴ്ന്ന് നിൽക്കുന്ന റൂമാണ്. നമുക്ക് എന്തായാലും ബെഡ്റൂമിലേക്ക് കയറി നോക്കാം. കുഴപ്പമില്ല, അവിടുത്തെ അതേപോലെ തന്നെയാണ് ഏകദേശം. പക്ഷേ അതിനേക്കാൾ കുറച്ചൊരു ചെറിയതായിട്ട് തോന്നിയിട്ടോ റൂം. അവിടെ ഇതിനേക്കാൾ വലിയ റൂമായിരുന്നു. ഈ റൂം അത്ര കുറച്ചുകൂടെ ചെറുതാണ്. പക്ഷേ ഇവിടെ ബാത്ത് ടബ് ഉണ്ട് ഗെയ്സ്. അപ്പോൾ ഇവിടെ ബാത്ത് ടബൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കവിടെ ബാത്ത് ടബ് ഇല്ല, പക്ഷേ ബാത്റൂം നല്ല വലുതായിരുന്നു കേട്ടോ. ചെറിയ ബാത്റൂമാണ്, പക്ഷേ ബാത്ത് ടബ് ഉണ്ട്. ചെറിയ സൗകര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ ഒരേ ചാർജ് തന്നെയാണ് കേട്ടോ ഇതിന്. നമ്മളെ റൂമിലും ഒരു കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുറ്റത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ. ഇവിടെ മൊത്തത്തിൽ ഒരുപാട് മാങ്ങ വീണെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മാവുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 1-2 മാങ്ങ ഒക്കെ പറിച്ചു. ഞങ്ങൾക്ക് പൂളിലേക്ക് പോകട്ടെ കേസ്. അപ്പോൾ അതാ ഞങ്ങൾ പൂളിൽ ഇറങ്ങാനുള്ള പ്ലാനാണ്. തോർത്തൊക്കെ എടുത്ത് റൂമിൽ നിന്ന് നേരെ പൂളിലേക്കാട്ടോ പോകുന്നത്. പൂൾ നമ്മളെ വില്ലേൻ്റെ ബാക്ക് സൈഡിലായിട്ടോ വരുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിതാ പൂളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ എത്തിയ ടൈമിന് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ജസ്റ്റ് കഴിയാനായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചുറ്റി കറങ്ങി വരുമ്പോഴത്തേന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പൂൾ നമ്മൾ പ്രൈവറ്റ് പൂളാണ്. അപ്പോൾ നമ്മളിതാ ബാക്കി ടീംസൊക്കെ പൂളിൽ ഇറങ്ങി. പിന്നെ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ചതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. കേവിൽ വരുന്നൊരു ഹൗമാണ് കേട്ടോ. അത് കേവിൽ സെറ്റ് ചെയ്തൊരു വില്ലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് കാണാം. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ടിരുന്നു. നല്ല AC എല്ലാം സെറ്റാക്കിയ നല്ല അടിപൊളി റൂമായിട്ട് കേട്ടോ. അപ്പോൾ അത് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നോക്കിയിട്ട് പോന്നു. അവരുടെ കീ വാങ്ങിയതിൻ്റെ ശേഷം ഉള്ളിൽ കാണാമെന്നാട്ടോ വിചാരിച്ച്. പക്ഷേ അതിനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. നമ്മൾ അവിടെ എല്ലാം കറങ്ങി കാണുമ്പോഴത്തേന് തന്നെ ഏകദേശം രാത്രിയായിട്ടോ. നമ്മൾ കോഫി ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അവർ കോഫി ആയിട്ട് വന്നു. 6:30 ആകുമ്പം സൺസെറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്മളെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ വന്ന് വിളിച്ചു കേട്ടോ. പോകുന്നത് അതിൻ്റെ ഓണറാണ്. അപ്പോൾ നമ്മൾ അവർ ബാക്കിൽ ഇങ്ങനെ പോവാണ്. പുറത്തേക്കൊരു ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മേലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ മലേൻ്റെ മേലായിട്ടാട്ടോ സൺസെറ്റ് വരുന്നത്. അപ്പം ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് മലേൻ്റെ മേലെ എത്തിയപ്പോഴത്തേന് മേഘങ്ങൾ വന്നിട്ട് സണ്ണിനെ മൂടിയിട്ടോ. പിന്നെ അവിടെ കുറച്ച് ഇരുടായപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി. വരുന്ന വഴിക്ക് അവിടെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടി തന്നെ കേട്ടോ. ഒരുപാട് താഴെ വീണെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താഴെ വീണത് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് എടുക്കാതെ ഞങ്ങൾ മരത്തിൽ നിന്ന് 1-2 പറിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതായിട്ട് ഞങ്ങളിങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ രാത്രിയായപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റുകളൊക്കെ കത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് ഇങ്ങനെ പോവാണ്. ഈ റൂമിലാട്ടോ അവർ നിൽക്കാറ്, റിസോർട്ടിൻ്റെ ഓണേഴ്സ്. നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ നൈറ്റിലെ ഫുഡൊക്കെ കഴിച്ച് ഇനി കിടക്കാനുള്ള പരിപാടിയിലാട്ടോ. ബാക്കി ഇനി രാവിലെ കാണാമെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ രാവിലെ ആ മലേൻ്റെ മേലെ വരെ കയറണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നൈറ്റത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിൽ കയറുക. രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മല കയറാനുള്ള പരിപാടിയിലാട്ടോ. കുട്ടികളും ബാക്കി ടീംസൊന്നുമില്ല. അപ്പോൾ നമ്മളും ഒന്ന് ജസ്റ്റ് പോയി നോക്കി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മല കയറുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ ഹാൻഡിൽ ചെയ്യാൻ. അതുമാത്രമല്ല നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. നമ്മൾ ഏകദേശം ഒരു പാതി മാത്രം പോകുന്നുള്ളൂ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങൽ ബുദ്ധിമുട്ടാവുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ കുറ്റി കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉരുളൻ കല്ലുകളും നമ്മൾ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാൽ കാണുന്ന പോലത്തെ കുറേ പീസുകളൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് എന്ത് ചെടിയാണെന്ന് അറിയില്ല. മുല്ലനോട് സാമ്യമുള്ളൊരു ചെടിയാണ്. ഈ പിച്ചക്കമുല്ല പോലെയൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു പർപ്പിൾ കളറൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു മേലെ വരെ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ കയറി. അതാ ഈ ഒരു ഇതിലാണ്. ഇനി അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോകൽ റിസ്ക്കാണ്. നമുക്ക് തിരിച്ച് വരാനും ഒക്കെ ബുദ്ധിമുട്ടാവും. പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാ ഭാഗവും ഒരേപോലെ തോന്നുന്നു കേട്ടോ. നമ്മൾ ഇതിൽ കയറിയത് തന്നെ ഡൗട്ടായി. നമ്മളുടെ ഈ ഒരു ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ തിരിച്ചിറങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. കുറച്ച് നേരം അവിടെ നിന്നു. റൂമിലെത്തി. അങ്ങനെ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ബ്രെഡും ജാമൊക്കെ നല്ല കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ആക്കി കോഫി ഉണ്ടാക്കി. ബ്രെഡും കോഫിയും കഴിച്ചിട്ട് ഇനി റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു.
അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി കറങ്ങിയിട്ട്. അപ്പോൾ പൂളിൽ ഇറങ്ങണമെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, റിസോർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഡിന്നർ നമ്മൾ ഓർഡർ ചെയ്തതാണ്, ബ്രേക്ക്ഫാസ്റ്റ് അവരെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൊട്ടടുത്തൊരു വില്ലൻ കൂടി ഉണ്ട്, അപ്പോൾ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ലോക്കല്ല, അപ്പോൾ നമ്മളത് തുറന്ന് റൂമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. നമ്മൾ നേരത്തെ നമ്മളെ റൂമിൻ്റെ ഒക്കെ അതേ ഒരു സാമ്യമുള്ള റൂം തന്നെയാണ്, ഏകദേശം ഒരേ ഇതിലാണ് കേട്ടോ ഇൻറ്റീരിയലൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അവർ. അപ്പോൾ ഇന്ന് ഗസ്റ്റിന് വേണ്ടിയിട്ട് സെറ്റാക്കി ഇട്ടാന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എത്തുമ്പോഴത്തേനും പിള്ളേരൊക്കെ ടീമൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞങ്ങൾക്ക് അവർ ബോയിൽഡ് എഗ്ഗും ബ്രെഡാണ് തന്നത്. പിന്നെ പൂരി ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും കൂടെ പൂളിൽ ഇറങ്ങാം കേട്ടോ. പിന്നെ ഈ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കീ ഒക്കെ അവിടെ ഏൽപ്പിച്ചു, ബാക്കി പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി വന്നു കേട്ടോ. നമ്മളിന്ന് ഈ ജീപ്പിലാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിതാ റിസോർട്ടിൽ നിന്ന് പോവാണ്. അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ റിസോർട്ട് ഏതാണെന്ന് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മളെ റിസോർട്ട് വയനാട്ടിൽ നമ്മൾ അമ്പലവയലുള്ള റോക്ക് വില്ല എന്നാട്ടോ അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ട്. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ, ഇനി എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി, പേടിച്ച പോലെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇനി നാട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് നേരെ അമ്പലവയലിൽ പോകണം. അവിടുന്ന് കോഴിക്കോടേക്കുള്ള KSRTC പിടിച്ചിട്ട് പോകാമെന്നാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും കണ്ടാൽ പേടിയാവും കേട്ടോ, അത്രയും വലിയൊരു മലയും ഇതൊക്കെ. പക്ഷേ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഞങ്ങളവിടെ പോയിട്ടൊരു പൂച്ചക്കുട്ടിയെ പോലും കണ്ടിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചിരുന്നു ഇന്നലെ പോകുന്ന നേരം. അപ്പം ഇതാ ഞങ്ങൾ തിരിക്കുകയാണ്, വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ KSRTC സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ബസ് പിടിച്ച് നേരെ കോഴിക്കോടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ മഴയൊന്നും കുടുങ്ങിയിട്ടില്ല, നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടോ.